മറിമായം. മാഷേ സുഖാണോ? ഇങ്ങനെയൊക്കെ പോണു മാഷേ. അല്ല മാഷ് പെൻഷനായി എന്ന് പറഞ്ഞു കേട്ടു. കേട്ടതല്ല, പെൻഷനായി. അല്ല ഈ പെൻഷനൊക്കെ പറ്റിയപ്പോ കാശൊക്കെ കിട്ടിയില്ലേ? കാശ് DCRG കിട്ടിയിട്ടില്ല. 12 ലക്ഷം രൂപ PF കിട്ടി. 12 ലക്ഷം ഉറുപ്പ്യ. അല്ല സുഗതൻ എങ്ങോട്ടേക്കാ? സത്യം പറഞ്ഞാ ഞാൻ മാഷെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയായിരുന്നു. എന്താ കാര്യം? എൻ്റെ ഭാര്യ മണ്ടോതിരിക്കേ ഇന്ന് കാലത്ത് പെട്ടെന്നൊരു ശ്വാസം മുട്ടലും നെഞ്ചുവേനി. അതിന് ഈ മാഷായ ഞാൻ എന്ത് മരുന്ന് പറഞ്ഞുതരാൻ? ഡോക്ടറെ കാണിക്കേ. അല്ല ഈ പെട്ടെന്നായോണ്ട് കയ്യിലൊന്നും കരുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഒരു 10,000 ഉറുപ്പ്യ ഒന്ന് തിരിമറി ചെയ്യാൻ പറ്റുമോ എന്നറിയാം മാഷെ കാണാൻ വേണ്ടിയിട്ട്. 10,000 രൂപ അല്ലേ? അതെ. ആശുപത്രി കൊണ്ടുപോകാനല്ലേ? അതെന്താ അറിയോ, വീട്ടിലൊരു ആഞ്ഞിലി മരം ഉണ്ടേ, അത് 25,000 ഉറുപ്പ്യക്ക് കച്ചവടമായി. 25,000 ഉറുപ്പ്യക്ക് കച്ചവടമായി. അത് മറ്റന്നാ രാവിലെ മരം മുറിക്കാൻ വരുമ്പോ 25,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാശ് കിട്ടിയാ ഞാൻ മറ്റന്നാ 10 മണിക്ക് തന്നെ മാഷക്ക് തിരിച്ചു തരും. 10,000 ഉറുപ്പ്യയുടെ കാര്യത്തിന് താൻ ഇത്രയും വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അത് ഞാൻ തരാടോ. ആദ്യമായിട്ടാ മാഷ ഒരാളോട് പൈസ കടം മേടിക്കുന്നത്. പൈസ ഇതിനൊക്കെ തന്നെയാണ് ഉള്ളത്, വാങ്ങാനും കൊടുക്കാനുള്ളത്. ബാധ്യത വെക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാ. നേരം മറ്റന്നാ തരുമല്ലോ. 10 മണിക്ക് തരും. 10 മണിക്ക്. ഞാൻ മോളുടെ വീട് വരെ പോയി ഇറങ്ങിയതാ. ഇപ്പൊ തന്നെ ഈ കാശ് എടുത്ത് തന്നിട്ട് പോവാം. അല്ല അങ്ങനെ പെട്ടെന്ന് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എവിടെ നിന്ന് എടുത്ത് തരാനാ? ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടം മേടിച്ചിട്ടുണ്ടായി. ശരിയാ. അത് പറഞ്ഞ സമയത്ത് തിരിച്ചു തരാൻ എങ്ങനെ പറ്റുക? ഞാൻ തരില്ല പറഞ്ഞില്ലല്ലോ, ഞാൻ തരും. അത് എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല. അത് ശരി, ഇയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇയാളെ പേടിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ആരെ അങ്ങനെ പറ്റിക്കൊന്നുമില്ല, ഞാൻ തരും. ശരി. കുറച്ച് കാശ് കൊടുക്കാണ്ടെന്ന് കരുതിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഒച്ചാനിച്ചിരിക്കാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ഫോൺ നോക്കിയേ. എന്താ ഫോണിന്? ഈ പഴയ പോലെ അല്ല, ഇപ്പൊ ഹാങ് ആവാണ്. അതാരാ അത്? ഇവിടുത്തെ വീട്ടില് പുതിയതായിട്ട് വന്ന ആളാ. ഇപ്പം ഇങ്ങോട്ട് വരണേ. നമ്മളെ പരിചയപ്പെടാൻ വന്നതായിരിക്കും. വരൂ വരൂ. നമസ്കാരം. സുഗതേട്ടനല്ലേ? അതെ അതെ. എന്റെ പേര് സത്യശീലൻ എന്നാണ്. ഞാൻ അവിടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കണം. അറിയാം, വരൂ വരൂ. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. പിന്നെ നേരിട്ട് പോയിട്ട് വില്ലേജിൽ ജോയിൻ ചെയ്തു. ആദ്യം ഫാമിലി ഉണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഒരു മടിയും കൂടണ്ട, ഇവിടെ വന്ന് മേടിച്ചോണം. പിന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് ചോദിക്കണം. നമ്മൾ അയൽക്കാരാകുമ്പോ പരസ്പരം അങ്ങടും ഇങ്ങടും കൊടുത്തും വാങ്ങിയൊക്കെ വേണം ജീവിക്കാൻ. അതെ 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 അതെ. അല്ല ഞാനിപ്പോ ഇങ്ങനെ താമസം മാറി വരുമ്പോഴേ അയൽക്കാർ എങ്ങനെയാവും എന്നുള്ള ഒരു ആശങ്ക സത്യം പറഞ്ഞ എനിക്കുണ്ടായിരുന്നു. ചേട്ടന് ഭയങ്കര വെമ്മിഷ്ടാ. എന്തു പറ്റി? ജലദോഷാണ്? അല്ല അങ്ങനെയല്ല, ഈ അയൽക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഭയങ്കര വെമ്മിഷ്ട, എല്ലാവരും സഹായിക്കും. അത് ശരി. മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ അറിയണം. പിന്നെ നമ്മളങ്ങനെ വിഷമങ്ങളിൽ നിന്ന് ജീവിച്ചു വന്നവരല്ലേ. അതെ അതറിയണം. അത് ഫോണ് സൈലന്റില് വൈബ്രേഷനിൽ. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സുരേഷേ. അയ്യോ എന്ത് പണിയാണോ ഇതിപ്പോഴാണോ വിളിച്ചു പറയണത്? ഒന്ന് കാലത്തൊന്ന് ഓർമ്മിപ്പിക്കണ്ട എന്റെ സുരേഷേ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ശരി. അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ മണ്ടുവോ? സുരേഷ് ഇന്നല്ലേ 25,000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞത്. അവൻ അതും പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങി. ഞാനാണെങ്കിൽ അത് മറന്നും പോയി. ഞാനും ഓർത്തില്ല ഏട്ടാ. ഓർത്തില്ല? എന്തു പറ്റി? അതെ, നമ്മളൊരു കൂട്ടുകാരനാണ് സുരേഷ്. അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നോടാണ് പണം ചോദിക്കുക. ശരി. ഇതിപ്പോ ഇന്നലെ അവനൊരു അർജന്റ് കേസിന് ഇന്ന് കുറച്ച് പൈസ വേണം പറഞ്ഞ് എന്നോട് ചോദിച്ചിരുന്നു. ഒരു 25,000 ഉറുപ്പ്യ ഞാൻ കൊടുക്കാന്നും പറഞ്ഞു. പല തിരക്കിലും പെട്ടിട്ട് ഇന്ന് രാവിലെ ഞാൻ അതങ്ങോട്ട് മറന്നു. ഓർമ്മ പോയി. അവനാണെങ്കിൽ ആ കാശിപ്പ് കിട്ടുന്നു കരുതിയിട്ട് അവിടെ ആൾക്കാരെയൊക്കെ വിളിച്ച് റെഡി ആയിരിക്കും.
കയ്യിലെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരി. അതൊരു പാവം പിടിച്ച ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ഇഞ്ചൻ പണിയാണ്, കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്തത് അങ്ങോട്ട് കൊടുത്തു. വിഷമം പറഞ്ഞപ്പോ അത് കൊടുത്തു. അത് എടുത്തു കൊടുത്തു. ഇനിയിപ്പൊ ഇവനാണെങ്കിൽ ഇപ്പൊ എന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ട് അതൊരു ചതിയായി പോയി. അല്ല, നമ്മളൊരു വാക്ക് പറഞ്ഞാ അത് നടത്തണല്ലോ. പിന്നെ നാളെ കൊടുക്കാന്ന് അത് പറയാം. വേണ്ട, അത് വേണ്ട, അത് തന്നെ കൊടുക്കണം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആ നെക്ലേസ് അല്ലേ അതിങ്ങോട്ട് കൊണ്ട, അത് പണയം വെച്ചിട്ട് ആ പൈസ കൊടുക്കാം പാവം. അല്ല, നെക്ലേസ് എങ്ങനെ പണയം വെക്കണം? ഇന്ന് ബാങ്ക് ഇല്ലല്ലോ. അയ്യോ, ഇത് ബാങ്കില്ലല്ലോ അല്ലേ? എത്ര രൂപ വരും അത്? എത്ര വരും? 25,000 റുപ്യ കൊടുക്കാന്നാ പറഞ്ഞു. 25,000 എന്നാ വേണമെങ്കിൽ ഞാൻ തരാം. എന്റെ കയ്യിലുണ്ട്. ഇങ്ങോട്ട് താമസം മാറുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പൈസ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യ ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ വേണ്ടി വന്നില്ല. അപ്പൊ വേണമെങ്കിൽ അത് തൽക്കാലം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ പറ്റുന്നത് നന്നാലും മതി. അയ്യേ, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട അല്ലേ? അതിന് കുഴപ്പമില്ല. അല്ല, നിങ്ങളിപ്പോ നിങ്ങട് താമസിക്കാൻ വന്ന എന്താണ് അത് വേണ്ടത്? അത് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം. അത് ശരിയല്ല. ഇല്ല സുഖാട്ടാ, അത് കുഴപ്പമില്ല. അത് എടുത്തോളൂ നിങ്ങൾ. നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന ആൾക്കാരെ അങ്ങോട്ട് സഹായിക്കാന്നല്ലാണ്ട് ആദ്യം ഇങ്ങോട്ട് സഹായം ചോദിക്കാൻ അത് വേണ്ട. അത് ശരിയാവില്ല, അത് അല്ലേ? അത് വേണ്ട. എന്നാ വേണ്ട, കുഴപ്പമില്ല. എന്ത് സുഖതേട്ടാ ഇത്? സത്യേട്ടന്റെ മോൻ നോക്കിയേ, കണ്ടോ? ആദ്യമായിട്ട് ഇവിടെ വന്നൊരു കാര്യം പറയുമ്പോ അത് നിരസിക്കാമോ? ആ മോശമല്ലേ അല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയെങ്കിലും ആ മുഖത്തുണ്ടത്. മോശമാണ് സുഖതേട്ടാ. ഞാൻ അതൊന്നും വിചാരിച്ചു പറഞ്ഞല്ല കേട്ടോ. കുഴപ്പമില്ല. അതെന്നപ്പോ നാളെ എന്തായാലും ഞാൻ നാളെ ഇങ്ങോട്ട് തിരിച്ചു തരുമല്ലോ. വിഷമിക്കണ്ട, എന്നാ തന്നോളൂ. എന്നാ പിന്നെ ഞാൻ എടുത്തിട്ട് വരാം. ഓ ശരി ശരി ശരി. അല്ല സാറേ, അത് ഇപ്പോൾ ഒരു 20 lakhs ആണ് ഇപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ അതെ, 10 lakhs ആണ് ഇട്ടുണ്ടായിരുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതെ, ഇപ്പോൾ 20 lakhs ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സാറിൻ്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ. സൂപ്പർ കസേര. എന്തോ ഞെങ്ങന്ന് സൂപ്പർ കസേര, സൂപ്പർ കസേര അല്ല? ഓക്കെ, വേണോ കസേര വേണോ? വെറുതെ വെറുതെ അല്ല, ക്യാഷ് തന്നാ മതി. എന്തിന്? പൈസ കൊടുത്തിട്ടാ? വെറുതെ കാക്കും പൂച്ചം കൊടുക്കാനില്ല പൈസ. ഒരു 2.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ഓ അത് കസേര മേടിച്ചിട്ട് കളയാനാ? ഞാനേ സാറേ, എന്തായിരുന്നു? ഞാന് കല്ലിയും വന്ന് പെയിന്റിന്റെ പണിയെടുത്ത്, വാർപ്പിന്റെ പണിയെടുത്ത്, പിന്നെന്തെന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ 2.5 ലക്ഷം. അത് അങ്ങനെ ഇങ്ങനെയൊന്നും കളയാനില്ല സാറേ. ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വന്ന. എന്ത് സാറേ? പറയൂ. 2.5 ലക്ഷം തന്നാലേ ഒരു 2 കൊല്ലം ആയിക്കഴിഞ്ഞാൽ അത് 5 ലക്ഷം ഉറുപ്പ്യ ആവുമെന്ന് ഇങ്ങനെ കേട്ടിന്. അത് അന്വേഷിക്കാൻ ഞാൻ വന്നതാണ് സാറേ. അത് ഒരു ഡബിൾ ആൻഡ് ഡബിൾ സ്കീം ഉണ്ട് ഇവിടെ. അതിപ്പോ സാറേ എത്ര എമൗണ്ട് നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡബിൾ കിട്ടും. ഇപ്പോൾ 5 lakhs ആണെങ്കിൽ 10 lakhs കിട്ടും. 2 lakhs ആണെങ്കിൽ 4 lakhs കിട്ടും. അങ്ങനെ 4 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാൽ സാറിന് ശരിക്കും അത് ഒരു 10 lakhs ആയിട്ട് എടുക്കാൻ പറ്റും. 10 ലക്ഷം. അതെ അതെ. ഒരു മിനിറ്റ് സാറേ, 19 4 23 19 കഴിച്ചാൽ പോരെ? അല്ല, 19 കഴിച്ചാൽ നഷ്ടം വരും. നമുക്ക് 23 കഴിപ്പിച്ചാ പോരെ? എന്തോ? നമുക്കല്ല, എന്റെ മോളാ 23 കഴിപ്പിച്ചാ പോരെ? എന്ത്? അല്ല, ഈ 2.5 നമ്മ ഏതായാലും ഇവിടെ തരുന്നുണ്ടല്ലോ. അത് ഞാൻ വെറും 2 കൊല്ലം കൊണ്ട് മേടിക്കാനാ വിചാരിച്ചിനി. 4 കൊല്ലം കഴിഞ്ഞാൽ എന്താ 10 lakhs കിട്ടും സാറിന്. കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ആ സമയത്തേക്ക് വിവാഹം ഉണ്ടോ? കുട്ടിയുടെ വിവാഹം ഉണ്ടല്ലേ? ഈ 2.5 ഞാൻ അങ്ങോട്ട് തന്നാല് 4 കൊല്ലം കഴിഞ്ഞാൽ 10 ലക്ഷം ഇങ്ങോട്ടായിട്ട് തരുമല്ലോ സാറേ. തരുമല്ലോ, പിന്നെന്താ? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി പോരാടിയ പൈസ. എക്സ്ക്യൂസ് മീ. അതെ സാർ. സാർ വരൂ ഇരിക്കും സാറേ. എന്തായാലും സാറേ, അതെ, നമ്മുടെ ഈ ഇവിടുത്തെ ഡബിൾ ആൻഡ് ഡബിൾ സ്കീമിലെ ഞാനൊരു 4 lakh ഇൻവെസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ 4 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ. ഇപ്പൊ അത് ഒരു 2 വർഷം ആയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പൊ നമുക്കൊരു വീടിന്റെ ഒരു കച്ചവടം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒരു 8 രൂപ കൊടുത്ത ആ വീട് വാങ്ങിയാല് നമുക്കൊരു 15 ലക്ഷം രൂപക്ക് മറിച്ച് വെക്കാൻ പറ്റും. ഓക്കെ സാറേ. അപ്പൊ നമുക്ക് ഇന്നത് വിഡ്രോ ചെയ്യാൻ കഴിയണോ? ഓക്കെ. അതിനെന്താ? സാറിനൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. നമ്പർ 6870 അല്ലേ? 6870 അല്ലേ? ഓക്കെ. ഞാനിവിടെ വന്നേ. ഞാൻ നേരത്തെ വന്നു. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇന്ന് തന്നെ പിൻവലിക്കാന്നാ പറയണ. ഇല്ല, പൈസ ഇരട്ടിച്ചിട്ടുണ്ട്.
2.5 കൊടുത്തു. ഫോണിൽ പറഞ്ഞ ആ ആ സാറേ പ്യാരിജാതൻ എന്നല്ലേ? പ്യാരിജാതൻ അതെ അതെ പാരിജാതൻ. സാറേ ഇപ്പോ സാർ ഒരു 4 lakhs ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 8 lakhs ആയിട്ടുണ്ട്. അതായത് 4 ലക്ഷം രൂപ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സാർ എടുക്കുമ്പോ 8 ലക്ഷം രൂപ സാറിന് ഇപ്പോ എടുക്കാൻ പറ്റും. അപ്പൊ സാറ് ഇപ്പൊ ഇന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ടോ ക്യാഷ്? ഇന്ന് കിട്ടിയ ഉപകാരം. അതല്ല അല്ല, ഞാൻ ചോദിച്ചെന്താണെങ്കിലും സാറിന്റെ ബാങ്കിലേക്ക് ഇവിടുന്ന് തന്നെ നേരെ ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ അതല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എടുക്കണോ? എന്താ വേണ്ടേ? ഞാൻ ബാഗ് കൊണ്ടുവന്ന് എന്നാലും അക്കൗണ്ടിലോട്ട് ഇട്ടാലും മതി. മതി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് നമ്പർ ആ പേപ്പറൊക്കെ കൊണ്ടുവന്നോ സാറേ? ആ ഓക്കെ ഓക്കെ. അല്ല അത് സാറേ പിന്നെ നമുക്കൊരു 5 ഇവിടെ നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് വരും കേട്ടോ. 5 ലക്ഷമോ? അല്ലല്ല 5,000. ഓ അത് 5,000 രൂപ. ഓ നോ പ്രോബ്ലം നോ പ്രോബ്ലം. ടോട്ടൽ വർക്കിന്. ഓ സാർ അപ്പൊ ഞാൻ എന്നാല് അതിലേക്ക് തന്നെ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാം. സാറ് വേണമെങ്കിൽ ഗസ്റ്റ് റൂമിൽ ഇരുന്നോളൂ കേട്ടോ. പിന്നെ സാറ് ഇത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ക്യാഷ് സാറിന്റെ ബാങ്കിലേക്ക് വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സാർ ഇവിടുന്ന് ഓ പോയോ. സന്തോഷം സന്തോഷം. സോറി പറയല്ല സാറേ, ഏ ഒന്നും പറയല്ല സാറേ. ഇത് എന്റെ പൈസ, ഏ എന്റെ പൈസ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യണം. അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല സാറേ. അത് നമുക്ക് ചെയ്യാം. അതിന്റെ കുറച്ച് പ്രൊസീജിയറൊക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് കേട്ടോ സാറേ. ഒരു 5 minute കേട്ടോ. ഞാൻ ഗസ്റ്റ് ഹൗസ് പോണം. എന്ത് സാറേ? അല്ല, ഇവിടെ ഇരുന്നാ മതി. അതെ സാറ് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് സാറിന് പോവാം കേട്ടോ. നമ്മളാള് അതെ. എങ്ങനെ മരം അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ കൊണ്ടേക്കോളൂ, അത് കുഴപ്പമില്ല. ഇതിനൊരു ആവശ്യം വന്നപ്പോ അങ്ങനെ കൊടുക്കണോന്ന് മാത്രം. ഒരു വില പറ. വിലയൊക്കെ സുമേഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വില ഞാൻ പറഞ്ഞിട്ടുണ്ട്. 25 ഉറുപ്പ്യ. അതില് കുറഞ്ഞിപ്പോ എങ്ങനെ കൊടുക്കണേ? 25 അത് വലിയ വിലയായി. അല്ല 25 ഉറുപ്പ്യ പറഞ്ഞതല്ലേ സുമേഷ്? 25 ഉറുപ്പ്യ എടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സംഗതി വീട്. എന്നാ പിന്നെ നിങ്ങളൊരു വില പറ. അല്ല അപ്പൊ ഞാൻ എന്താ പറയാ? ഞാൻ ഒരു 15 ഉറുപ്പ്യ അങ്ങോട്ട് തരും. പക്ഷെ അതൊന്നും നടക്കണ കാര്യമില്ല. അതൊന്നും നടക്കില്ല. ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട, ഒരു 17 രൂപ കൊടുക്കും. അല്ല 20 ഉറുപ്പ്യ വേണം. 20 ഉറുപ്പ്യ ഇല്ലാണ്ട് എങ്ങനെ ശരിയാവും? സുഗതോ, അല്ലാതെ ഇയാൾ പറഞ്ഞോണ്ട് ഞാൻ നമുക്കൊരു വേണ്ടപ്പെട്ട പാർട്ടിയാണേ. 25 പറഞ്ഞപ്പോ സുമേഷ് ചേട്ടൻ ഇടപെട്ട അത്ര ഇഷ്ടം. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് 20 തരാം. അത് അത്രേ ഉള്ളൂ. ആ മരം അത്രേ ഉള്ളൂ. എന്തേലും ആവട്ടെ, അങ്ങനെ ഒരു ആവശ്യം വന്നോണ്ടാണ്. അല്ലേ ഇപ്പൊ 17 17 അങ്ങനെ ചെയ്യാ. എന്താ സുമേഷ് ചേട്ടാ നല്ലൊരു കച്ചവടം രാവിലെ നടക്കട്ടെ. അത് ശരി. അപ്പൊ 20 ഉറുപ്പ്യ കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അല്ല അത് എനിക്ക് വേറെന്തല്ലോ അതിനെന്തെല്ലാം പണിയുണ്ട് ഇപ്പനി അല്ലേ? ശരി എന്നാ എന്തായിന് പിന്നെ ഞാൻ പോട്ടാ. അത് നാളെ മുറിക്കണം. നാളെ നല്ല ദിവസമല്ല, മറ്റന്നാൾ മുറിക്കാം കേട്ടോ. മറ്റന്നാളെ വരൂല. ശരി. നമ്മുടെ ഇങ്ങോട്ട് വന്നേരി. എന്ത് എന്തെന്നാ കാര്യം സാധിച്ചപ്പോ എന്തെന്നാ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചതാണ് ഞാൻ. ഇതിന്ന് എനിക്ക് കമ്മീഷനാ. എന്റെ സുമേഷ് ചേട്ടാ ലാസ്റ്റ് 20 ഉറുപ്പിക്കെങ്കിലും മുറിക്കാൻ പറഞ്ഞല്ലേ? ഇപ്പൊ 17 കൊടുത്ത് എനിക്ക് കാശ് എത്ര നഷ്ടാ? ഈ മരോ? ആ ഈ പൂതൽ പിടിച്ച മരോ? പൂതലാ? എടോ അയാൾക്ക് വട്ടാണ്. അയാളെ പറഞ്ഞ് ഞാൻ ഒപ്പിച്ചെടുത്തതാണ്. വേലത്തരം കയ്യിലിരിക്കട്ടെ, എന്റെ കാശ് എനിക്ക് തരണേ. എന്ത്? എനിക്ക് വേണ്ട. വേണ്ടേ? എനിക്ക് 2000 രൂപയെങ്കിലും എനിക്ക് കിട്ടണം. 2000 ഉറുപ്പ്യ? അതെ, ഇത് വേണമെങ്കിൽ തിരിക്കട്ടെ. എന്ത്? അല്ല കാശും കിട്ടുക. അത് മതിയെന്ന്. ഇനി ബാക്കി ഇപ്പൊ അയാളുടെ കിട്ടുമല്ലോ. ആരെയെന്ന്? അയാളൊരു പൊട്ടറാന്നല്ലേ പറഞ്ഞേ? ആദ്യം ഞാൻ മേടിച്ചോളാം, എന്റെ കാശും കിട്ടുക. അതെ, തമാശ കളിക്കണ്ട പോവാൻ നോക്കിയാണ്. എന്ത് എന്നോടാ കളി? ഇതെന്ത് കേട്ടൻ കോരൻ? പണിയെടുത്തതിന്റെ കാശില്ല എന്നാ? സോദാ ആരാ? ആ മൊയ്തോ? ആ മൊയ്തു തന്നെ. എന്റെ മൊയ്തോ, നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് കണക്ക് കൂട്ടും. പക്ഷേ ആകെ പ്രശ്നങ്ങളപ്പോ. എന്താ പ്രശ്നം അപ്പോ? ഞാനേ മൊയ്തുവിന് കുറച്ച് പൈസ തരാണ്ടല്ലോ, അത് തരാൻ വേണ്ടിയിട്ട് ആ ആഞ്ഞിലിമരം അങ്ങോട്ട് വിൽക്കാൻ തീരുമാനിച്ചു.
സുമേഷ് എന്നൊരാളെ കൊണ്ട് വരാ പറഞ്ഞതാ. അത് കച്ചവടമായി കഴിഞ്ഞാൽ പൈസ എന്ന് നമ്മൾ തമ്മിലുള്ള പിടുത്തം വിടാന്ന് കരുതിയതാ. പക്ഷെ സുമേഷ് ആളെ കൊണ്ട് വന്നില്ല. സുമേഷ് ഒരാളെ കൊണ്ട് ഇവിടെ വന്ന് മരം കണ്ടു പോയിന് ഞാൻ അറിഞ്ഞിരിക്കണേ. ഇവിടെ ഇവിടെ തന്നെ. അത് മൊയ്തുവിനെ തോന്നിയതാവും അത്. സുഗത ഈ പൊട്ടുമ്പുള്ളി ഒഴിവാക്ക്. 10,000 രൂപ എന്റെ അടുത്ത് മേടിച്ചിക്കണേ. സുഗത ഞാൻ ഒരു കാര്യം ചോദിക്കണുള്ളൂ, എനിക്ക് ഈ കായ് എപ്പോ കിട്ടും? ഈ മരം വിറ്റ് കഴിഞ്ഞാൽ ആ കാശ് അങ്ങോട്ട് തരും. ഈ മരത്തിന് നിങ്ങൾ എത്ര വില ഇട്ടിക്കണേ? 20 ഉറുപ്പ്യൊക്കെ പറഞ്ഞു. ഒരു 17 ഉറുപ്പ്യ ഇട്ടേ തരും. 17 രൂപ കൊടുക്കൂലേ? പിന്നെ എന്നാ ഒരു പണിയാ, ഒരു 7,000 രൂപ ഞാൻ അങ്ങോട്ട് തരും. ഞാൻ എടുത്തോളാം മരം. പോടാ. ഒലക്കമ്മനെ വർത്താനം പറയുന്നത് ഭാര്യയോട് പറഞ്ഞാൽ കേട്ടോ. അതല്ല, ഈ മരം പോടാണെന്നൊന്ന് പറയ്. മരം പോടാന്ന്? മരം പോടാണ്, അതല്ലേ ആരും എടുക്കാതെ പോയത്. ഇത്രയും പരിചയമുള്ള മൊയ്തുക്കാക്ക് പിന്നെ ആ മരം കൂടി തന്ന് ഞങ്ങൾ ചതിച്ചെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ? ഞാനിപ്പോ എന്താ മാണ്ടിയ അത് പറഞ്ഞുണ്ടാ? ഞാൻ പറഞ്ഞിട്ട് ബുധനാഴ്ച തരുന്നു, പറ്റുക്ക് വന്ന് മേടിച്ചാ മതി. അല്ല, എന്റെ ഭർത്താനം കേട്ട ഞാൻ അങ്ങോട്ട് കൈയ്യാനുള്ള മാതിരിയാണല്ലോ. ഇതിപ്പോ എത്രയായാലും ഇപ്പൊ പലരും കാശ് മേടിക്കും കൊടുക്കാറൊക്കെ. ശരി, അടുത്ത ബുധനാഴ്ച ഞാൻ വരും. അതായത് 4 ദിവസമുള്ള ഞാൻ ഇവിടെ വരും. കായ് കിട്ടിയില്ലെങ്കിൽ ബൈ ഞാൻ നോക്കി സൂടാ. കാണാൻ നമുക്ക് ഒലക്കമലാളാവുക. എന്നാ കുറച്ച് പൈസ എന്നൊന്നും കരുതിയിട്ട് എന്താ അവന്റെ ഒക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ വലിയ മോലാളിയെന്ന വിചാരം. നേരമണ്ണൊക്കെ നിന്ന് കഴിഞ്ഞാൽ സുഗതം ചിലപ്പോ വല്ലതും കൊടുക്കും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെ, ആ മരം വിറ്റ പൈസ ഒരു 5,000 രൂപ അങ്ങേർക്ക് കൊടുക്കായിരുന്നില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. കാശ് എനിക്ക് ഓരോ ആവശ്യത്തിനാ ഞാൻ കണക്കൂട്ടി വെക്കണതാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടാ. അവനാ പൈസ വാങ്ങണ എനിക്കൊന്നും അറിയണല്ലോ. മറിമായം